പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കുകയാണ്. രാഹുൽ മാക്കൂട്ടത്തിൽ എംഎൽഎ വോട്ട് ചെയ്തു. പാലക്കാട് കുന്നത്തൂർമേട് സ്കൂളിൽ ബൂത്തിലെത്തിയാണ് രാഹുൽ മാക്കൂട്ടത്തിൽ എംഎൽഎ വോട്ട് ചെയ്തത്. 15 ദിവസം ഒളിവിൽ കഴിഞ്ഞ ശേഷം രാഹുൽ മാക്കൂട്ടത്തിൽ പുറത്തു വന്നിരിക്കുന്നു. കോടതി തീരുമാനിക്കുമെന്നും സത്യം ജയിക്കുമെന്നും രാഹുൽ മാക്കൂട്ടത്തിൽ പറഞ്ഞു. വിവരങ്ങളുമായി ആന്റണിയാണ് ചേരുന്നത്. ആന്റണി, ഏകദേശം 15 ദിവസങ്ങൾക്ക് ശേഷം ഒളിവിൽ കഴിയുന്ന രാഹുൽ മാക്കൂട്ടത്തിൽ ഇന്ന് പുറം ലോകം കണ്ടിരിക്കുന്നു എന്ന് വേണം പറയാൻ. വോട്ട് രേഖപ്പെടുത്തി തിരികെ പോയിരിക്കുന്നു. എങ്ങനെയാണ് ആന്റണി വിവരങ്ങൾ? തീർച്ചയായും 15 ദിവസത്തിനു ശേഷം പാലക്കാടിന്റെ എംഎൽഎ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പുറം ലോകത്തേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ 15 ദിവസമായി പാലക്കാടിന്റെ എംഎൽഎ രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയാണ് എന്നുള്ളൊരു ചോദ്യമാണ് കേരളം മുഴുവനായി ചോദിച്ചുകൊണ്ടിരുന്നത്. ആ ചോദ്യങ്ങൾക്ക് ഇന്നലെ രണ്ടാമത്തെ കേസിൽ മുൻകൂർ ജാമ്യം ലഭിച്ചതോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് ഈ വോട്ട് ചെയ്യാനായി പാലക്കാട് കുന്നത്തൂർ മേട് സ്കൂളിലെ പോളിംഗ് ബൂത്തിൽ എത്തുമെന്നുള്ള സൂചനകൾ പുറത്തു വന്നിരുന്നു. രാവിലെ മുതൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ബൂത്തിലേക്ക് എത്തുമെന്നുള്ള സൂചനകൾ ഉണ്ടായിരുന്നു. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒടുവിൽ എത്തിയിരിക്കുകയാണ്. കൃത്യം വൈകിട്ട് 4:50 മുന്നോടി 4:45 50 ആ സമയത്തോടു കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് കുന്നത്തൂർ മേട് സ്കൂളിലെ 2ാം നമ്പർ പോളിംഗ് ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തിയത്. എംഎൽഎയുടെ സ്വന്തം ഔദ്യോഗിക വാഹനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയത്. അവിടെ എത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് രേഖപ്പെടുത്തി പുറത്തിറങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിനോട് മാധ്യമങ്ങൾ ചോദിച്ചു, എന്തെങ്കിലും പറയാനുണ്ടോ, എന്തെങ്കിലും മറുപടി ഉണ്ടോ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിനോട് ചോദിച്ചു. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് തനിക്ക് പറയാനുള്ളതെല്ലാം കോടതിയുടെ മുന്നിലുണ്ട്, അത് കോടതി അതെല്ലാം കേൾക്കും, കോടതി തീരുമാനിക്കും, സത്യം തെളിയും എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പോവുകയാണ് ചെയ്തത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ പ്രതിഷേധം അവിടെ ഉണ്ടായി. CPIM പ്രവർത്തകർ അവിടെ ഉണ്ടായിരുന്നു. അവർ കൂകി വിളിച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതിഷേധിച്ചത്. മാത്രമല്ല കോഴിയുടെയും അതുപോലെ തന്നെ തൊട്ടിലിൻ്റെയും ചിത്രങ്ങൾ ഉയർത്തിയുള്ള പ്രതിഷേധവും അവിടെ ഉണ്ടായിരുന്നു. കോഴിയുടെ ചിത്രമുള്ള ഒരു കാർഡ് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാറിൽ പതിക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. ചില കോൺഗ്രസ് നേതാക്കളടക്കം രാഹുൽ മാങ്കൂട്ടത്തിനോട് ഒപ്പം ഉണ്ട്. 15 ദിവസമാണ്, അതായത് 15 ദിവസങ്ങൾക്ക് മുൻപ് ഇതുപോലെ ഒരു വൈകുന്നേരം അതിജീവിത മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി പരാതി നൽകിയ ആ നിമിഷത്തിൽ കണ്ണാടി ഗ്രാമപഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നിന്ന് ഒറ്റ പോക്ക് പോയതാണ് എംഎൽഎ. പിന്നീട് എംഎൽഎയെ കുറിച്ച് യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ കർണാടക അതിർത്തിയിലുണ്ട്, ബംഗളൂരുവിലുണ്ട്, അങ്ങനെ വിവിധ ഇടങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ട് എന്നുള്ള വാർത്തകൾ മാത്രമാണ് പുറത്തു വന്നിരുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു വിവരവും എവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ചോദ്യം പോലീസിന്റെ അടുത്ത് ഇങ്ങനെ നിരന്തരം ആളുകൾ ചോദിച്ചിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി തടഞ്ഞിരുന്നു. ഈ 15-ാം തീയതി വരെ, ഈ വരുന്ന തിങ്കളാഴ്ച വരെയാണ് ഇപ്പോൾ ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞിരിക്കുന്നത്. അത് ആദ്യത്തെ ബലാത്സംഗ കേസിലാണ്. ബലാത്സംഗം നടത്തി, നിർബന്ധിത ഭ്രൂണഹത്യ നടത്തി എന്നുള്ള ആ ഒരു യുവതിയുടെ പരാതിയിൽ എടുത്ത കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം തടഞ്ഞിരുന്നു. 15-ന് ആ കേസ് കോടതി വിശദമായി വീണ്ടും മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കും. ആ ഘട്ടത്തിൽ അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രണ്ടാമതൊരു പരാതി കൂടി വന്നിരുന്നു. അത് ഇതുപോലെ തന്നെ വിവാഹ വാഗ്ദാനം നൽകി അതിക്രൂരമായി ബലാത്സംഗം ചെയ്തു എന്നുള്ളതാണ് 23-കാരിയായ ഒരു പെൺകുട്ടി നൽകിയ പരാതി. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് കേസെടുത്തു. അങ്ങനെ ആ പരാതിയിൽ കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നു. ആ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്നലെ കോടതിയുടെ ഉത്തരവ് വന്നു. മുൻകൂർ ജാമ്യം രാഹുൽ മാങ്കൂട്ടത്തിന് കോടതി അനുവദിച്ചു. അതിനെതിരെ അല്പസമയം മുമ്പാണ് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയത്. നാളെ ആ അപ്പീൽ ഹൈക്കോടതി പരിഗണിക്കുകയും ചെയ്യും. അതിനിടയിലാണ് ഇപ്പോൾ ഏതായാലും 15 ദിവസത്തിന് ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പുറം ലോകത്തേക്ക് എത്തിയിരിക്കുന്നത്. എന്നും കാണുന്നത് പോലെ തന്നെ നമ്മൾ സാധാരണ ഈ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ ഉണ്ടായി തുടങ്ങുന്ന ആ ഘട്ടം മുതൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുഖത്ത് എപ്പോഴും ഒരു ചിരി ഉണ്ടാകും. ആ ചിരിയോടുകൂടി തന്നെയാണ് ഇന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയത് എന്നുള്ളതും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. എപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇത്തരത്തിലൊരു ചിരിയോടുകൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിട്ടത്. ഇന്നും ആ ചിരിയോടുകൂടി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്യാനായി പോളിംഗ് ബൂത്തിലേക്ക് എത്തിയത്. ഏതായാലും ഈ ഹൈക്കോടതി ഈ അറസ്റ്റ് തടഞ്ഞതോടുകൂടിയും അതുപോലെ തന്നെ രണ്ടാമത്തെ കേസിൽ മുൻകൂർ ജാമ്യം തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി അനുവദിച്ചതോടും കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ
കോടതിക്ക് ഈ പുറം ലോകത്തേക്ക് എത്തുന്നതും ഇപ്പോൾ വോട്ട് ചെയ്യാൻ ഈ പാലക്കാട് കുന്നത്തൂർമേട് സ്കൂളിലെ പോളിംഗ് ബൂത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ രാവിലെ തന്നെ എത്തുമെന്നുള്ള വിവരങ്ങളാണ് ലഭിച്ചിരുന്നത്. പക്ഷേ വൈകുന്നേരത്തോടു കൂടിയാണ് പോളിംഗിന്റെ അവസാന മണിക്കൂറിലേക്ക് എത്തുമ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയത്. മറ്റൊന്നും പ്രതികരിച്ചിട്ടില്ല. ആ രണ്ടുപേരി മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്. അതായത് തനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ കോടതിയുടെ മുൻപിലുണ്ട്, കോടതി തീരുമാനിക്കും, സത്യം ജയിക്കും. ഇത്തരം മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയായി നൽകിയത്. ഏതായാലും ഇപ്പോൾ 15 ദിവസം നീണ്ട 15 ദിവസങ്ങൾക്ക് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ഒളിവിൽ നിന്ന് പുറത്തേക്ക് വന്നിരിക്കുന്നു. അതുതന്നെയാണ് ആന്റണി, ഏകദേശം 15 ദിവസത്തിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പുറം ലോകം കണ്ടിരിക്കുന്നു. ഒളിവിനൊരു വിരാമമിട്ടുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തേക്ക് എത്തിയിരിക്കുന്നു. കോടതി ഉപാധികളോട് നൽകിയ മുൻകൂർ ജാമ്യത്തിന്റെ ഒരു പുഞ്ചിരിയാണ് അദ്ദേഹത്തിന്റെ മുഖത്ത് കാണുന്നത് എന്ന് വേണം പറയാൻ. കോടതി തീരുമാനിക്കട്ടെ, സത്യം ജയിക്കട്ടെ എന്ന് പറയുമ്പോഴും അദ്ദേഹത്തിന്റെ മുഖത്തൊരു ആത്മവിശ്വാസമുണ്ട്, ഒരു ചിരി കാണുന്നുണ്ട്. അത് കോടതി നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ അല്ലെങ്കിൽ മുൻകൂർ ജാമ്യത്തിന്റെ ഒരു ചിരി എന്ന് വേണം പറയാൻ, അല്ലേ ആന്റണി? തീർച്ചയായും ഇത്രയും ദിവസം, അതായത് പോലീസ് സംഘം, പ്രത്യേക അന്വേഷണ സംഘം കേരളത്തിൽ അതുപോലെ തന്നെ കർണാടകയിലെ വിവിധ ഇടങ്ങളിൽ നമുക്കറിയാവുന്നതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയാണ് എന്നുള്ള ചോദ്യം ബാക്കി നിൽക്കുമ്പോൾ ഇയാൾ ആദ്യം കർണാടക തമിഴ്നാട് അതിർത്തിയിലെ ബംഗളൂരിലെ ഒരു റിസോർട്ടിലുണ്ടെന്ന് അറിയുന്നു. അവിടേക്ക് പ്രത്യേക അന്വേഷണ സംഘം എത്തുമ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. പിന്നീട് ബംഗളൂരുവിൽ ഉണ്ട് എന്നറിയുന്നു. അവിടെയും അന്വേഷണ സംഘം എത്തുമ്പോൾ അവിടെ നിന്നും രക്ഷപ്പെടുന്നു. പിന്നീട് കാസർഗോഡിന് അടുത്തുള്ള കർണാടക ഭാഗത്തുള്ള സുള്ളിയ പ്രദേശത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ട് എന്നുള്ള വിവരം ലഭിക്കുന്നു. പക്ഷേ അതിലേക്കൊന്നും രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് ഒരിക്കൽ പോലും പോലീസ് സംഘത്തിന് എത്താൻ കഴിഞ്ഞില്ല. അതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഹൈക്കോടതി രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് ഹൈക്കോടതി തടയുന്നത്. അതിനുശേഷവും രാഹുൽ മാങ്കൂട്ടത്തിൽ പുറം ലോകത്തേക്ക് വന്നില്ല. ഇന്നലെ ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി അനുവദിച്ചതുകൂടി ആണ് ഇന്നിപ്പോൾ വോട്ട് ചെയ്യാനായി രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ 15 ദിവസങ്ങൾക്ക് ശേഷം, നീണ്ട 15 ദിവസങ്ങൾക്ക് ശേഷം പാലക്കാടിന്റെ MLA ആയ രാഹുൽ മാങ്കൂട്ടത്തിൽ ജനങ്ങൾക്കിടയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുമുള്ളതുപോലെ പഴയ ആ ചിരിയുമായി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നിരിക്കുന്നത്. അതെ, ആ ചിരിയിലെല്ലാം ഉണ്ട്. കാരണം ഇനി അങ്ങോട്ട് പാലക്കാട്ട് തന്നെ തുടരും, തർക്കമില്ല എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. പാലക്കാട്ട് തന്നെ തുടരുമെന്ന് സൂചിപ്പിക്കുന്നതിലൂടെയും ആ ചിരിയിലൂടെയും അതിൽ വ്യക്തമാകുന്ന കാര്യം എന്ന് പറയുന്നത് കൃത്യമായിട്ട് തൻ്റെ നിയമ വഴി എന്തായിരിക്കും എന്നുള്ളതിൽ ആത്മവിശ്വാസം ലഭിച്ചിരിക്കുന്നു. രണ്ടാമത്തെ കേസിലും മുൻകൂർ ജാമ്യം ലഭിച്ചതോട് കൂടിയിട്ട്, അറസ്റ്റ് തടയപ്പെട്ടതോട് കൂടിയിട്ട് ഇനി പൊതുരംഗത്ത് സവിശേഷമായിട്ട് ഒരു സംശയവുമില്ലാതെ തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടക്കുമെന്നുള്ളതിൻ്റെ ഏറ്റവും പ്രഥമമായിട്ടുള്ള സൂചനയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ വരികയും തൻ്റെ സമ്മതിദാനാവകാശം പൗരൻ എന്ന നിലയ്ക്ക് നിറവേറ്റുകയും ചെയ്തിരിക്കുന്നത്. ഇത് വലിയ രീതിയിൽ ഇനിയുള്ള ദിവസങ്ങളിൽ പൊതുരംഗത്ത് തന്നെ ഉണ്ടാവും എന്നുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നതാണ്. പാലക്കാട്ട് തന്നെ തുടരുമെന്ന് സൂചിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. എന്ന് മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സാന്നിധ്യം പോളിംഗ് ബൂത്തുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് വോട്ടുകൾക്ക് കാരണമാകുമോ എന്ന് കോൺഗ്രസ് പ്രവർത്തകർ പോലും വിചാരിച്ചിരുന്നു. അത് പക്ഷേ ഈ സമയങ്ങളിൽ എങ്ങനെയാകുമെന്ന് സൂചിപ്പിക്കുന്നത് ഉചിതമല്ല. അത് വോട്ടർമാർ ഒപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തി ഈ പറയുന്ന ആരോപണങ്ങളിലൂടെ കടന്നു പോവുകയും നിയമപ്രക്രിയയിലൂടെ കടന്നു പോവുകയും ചെയ്യുന്നതിനിടയിൽ തൻ്റെ സാന്നിധ്യം ആ പോളിംഗ് ബൂത്തിൽ പ്രകടിപ്പിക്കുന്നതിലൂടെ അത് നൽകുന്ന സന്ദേശം എന്തായിരിക്കും, ആ സന്ദേശം ഏത് രീതിയിൽ ഗുണം ചെയ്യുമോ അല്ലെങ്കിൽ ദോഷം ചെയ്യുമോ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മാങ്കൂട്ടത്തിൽ ഒടുവിൽ നിന്ന് പുറത്ത് വന്നു എന്ന് പറയുമ്പോൾ തന്നെയും അതിനേക്കാൾ ഉപരിയായിട്ട് താൻ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് നിൽക്കുന്നത്. ആ നിറഞ്ഞ ചിരി അത് അർത്ഥമാക്കുന്നു എന്നും പറയേണ്ടി വരുന്നു. തീർച്ചയായും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വോട്ട് ചെയ്ത ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ പോയത് അടുത്തുള്ള ഒരു കടയിലേക്കാണ്. ആ കടയിൽ പോയി ചായ കുടിക്കുകയും ചെയ്തു. അതായത് പുറം ലോകത്തേക്ക് ഇനി ഇറങ്ങാൻ തനിക്ക് ഭയമില്ല എന്നുള്ള ഒരു സൂചന, അല്ലെങ്കിൽ താൻ ഇനി ഇവിടെ തന്നെ ഉണ്ടാകും എന്നുള്ളൊരു സൂചനയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകാൻ ഉദ്ദേശിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ആ അടുത്തുള്ള ഒരു കടയിൽ കയറി ചായ അടക്കം കുടിച്ച ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പോകുന്നത്. ഏതായാലും ഇനി ഒളിവിൽ
ഒളിവിലേക്കില്ല എന്നുള്ള സൂചന തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകുന്നത്. പക്ഷേ ഇനി 15-ാം തീയതി ഹൈക്കോടതി ഈ കേസ് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നുണ്ട്. അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും നെഗറ്റീവായി അല്ലെങ്കിൽ ഒരു തിരിച്ചടി ഉണ്ടായാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ തന്നെ തുടരുമോ എന്നുള്ള ചോദ്യവും നിലവിൽ ബാക്കിയാണ്. ഏതായാലും കുന്നത്തൂർ മെയ്ഡ് സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ അടുത്തുള്ള ഒരു കടയിലേക്കാണ് പോയത്. അതിനുശേഷം ഇനി ഓഫീസിലേക്ക് പോകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഇതിനടുത്ത് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഓഫീസ് പ്രവർത്തിക്കുന്നത്. ആ ഓഫീസിൽ നിന്ന് 15 ദിവസങ്ങൾക്ക് മുൻപ് രാഹുൽ മാങ്കൂട്ടത്തിൽ പോയതാണ്. ആ ഓഫീസ് ആദ്യത്തെ 2 ദിവസങ്ങളിൽ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. പിന്നീടാണ് ആ ഓഫീസ് അവിടെ സ്റ്റാഫ് എത്തി തുറക്കുന്നത്. തുറന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അവിടെ 2 സ്റ്റാഫുകൾ ജോലി അല്ലെങ്കിൽ അന്ന് മുതൽ തന്നെ അവിടെ സ്റ്റാഫുകൾ എത്തുന്നുണ്ട്. ഇനി MLA ഇല്ലാത്തൊരു MLA ഓഫീസായിരുന്നു അത് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഇനി രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടുത്തത് രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളതാണ്. പാലക്കാട് ഓഫീസിലേക്ക് പോകുമോ അല്ലെങ്കിൽ ഇനി ഫ്ളാറ്റിലേക്ക് പോകുമോ, അതിനപ്പുറത്തേക്ക് ഇനി വേറെ എവിടെയെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് തന്നെ പൊങ്ങി എന്നതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും നമുക്ക് ആന്റണി ആ ദൃശ്യങ്ങളിൽ പോയിട്ട് ആന്റണിയിലേക്ക് തിരികെ എത്താം. വോട്ട് ചെയ്ത് വന്ന് സംസാരിക്കോ? ഫ്രണ്ടിലേക്ക് കയറുന്നേ, ഫ്രണ്ടിലേക്ക് പോകും. ഒന്ന് വഴി ഫ്രണ്ടിലേക്ക് പോകും. എന്തൊക്കെയോ പോണു. പതുക്കെ ഓക്കെ ഇല്ല ബാക്കിലേക്ക് പോ. സൈഡ് നിൽക്ക്. പാടുണ്ടോ? പുറത്ത് നടക്ക്. ഒന്ന് പുറത്തിറങ്ങി. ആ ഗേറ്റ് തുറന്നുണ്ട്. വലിയ ഗേറ്റ് പറഞ്ഞോളൂ. പോലീസ് ഒന്ന് മാറണം. ക്യാമറ ഉണ്ടെന്ന് പറ. അല്ല ഞങ്ങൾ ഒന്നുമില്ല. എന്താണ് അവിടെ പറയോ? എന്ത് പരിപാടിയാണ് ഇവിടുന്ന് കാണിക്കുന്നത്? ബൈറ്റ് കിട്ടും. എല്ലാവരും നിന്ന് ബൈറ്റ് കറക്റ്റായി കിട്ടുമല്ലോ. ചാനൽ മാറി മാറി
എന്താണ് രാഹുൽ പരാതി ഉണ്ടോ ചോദിച്ചു. 2 പരാതികൾ ഉണ്ടായിരിക്കുന്നു. രാഹുൽ രണ്ടാമത്തെ പരാതിയിൽ മറുപടി ഉണ്ടോ? രാഹുൽ പരാതി ഉണ്ടോ ചോദിച്ചു. 2 പരാതികൾ ഉണ്ടായിരിക്കുന്നു. നേരത്തെ പരാതി ഉണ്ടെന്ന് ചോദിച്ചു. 2 പരാതികൾ. രാഹുൽ രാഹുൽ രാഹുൽ